ഹല്ലേലൂയ. സംഗീത 4:4 ഒന്നൊരു പടി 4-ന്റെ എൻ നീതിயின் தேவனே என் நீதியின் தேவனே நான் கூப்பிடுகையில் எனக்கு செவி கொடு. நெருக்கத்தில் இருந்த எனக்கு விசாலம் உண்டாக்கினீர். நம்ம எப்படி இருந்தோமோ நெருக்கத்தில் இருந்தோம். என் நீதியின் தேவனே நான் கூப்பிடுகையில் எனக்கு செவி கொடும். நெருக்கத்தில் இருந்த எனக்கு என்ன ഉണ്ടാക്കിനീர்? വിശാലം ഉണ്ടാക്കിനീർ. നമ്മളെല്ലാം ഒരു സമയത്ത് ഭയങ്കര ഞെരുക്കുമായിരുന്നു. മധ്യ ബസ് വരുമ്പോഴേ ഇത് കൊണ്ടാന്ന് വന്നേ, ഇത് കൊണ്ടാന്ന് വന്നേ, ഈ കെട്ടിടം കൊണ്ടാന്ന് വന്നേ. ഇല്ല, ദൈവത്തെ സത്യസന്ധമായിട്ട് ആര് ആരാധിക്കുന്നോ അവരെ ദൈവം ഉയർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരെ ഉയർത്തുന്ന ദൈവമാണ് നാം ആരാധിക്കുന്ന ദൈവം. സത്യസന്ധത, സത്യമാണ്. സത്യത്തോട് ആരാ ദൈവത്തെ ആരാധിക്കുന്നു അവരെ ദൈവം ഉയർത്തും. അല്ലാതെ ഉയരും നമ്മൾ ഒരിക്കലും വിചാരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. எனக்கு இறங்கி என் விண்ணப்பத்தை கேட்டவர்களும் மனுபுத்திரனே, எதுவரைக்கும் என் மகிமையை அவமானப்படுத்தி வீணானதை விரும்பி பொய்யை நாடுவீர்கள். மனுபுத்திரனே, எதுவரைக்கும் என் மகிமையை அவமானப்படுத்தி, என்னடா, என் மகிமையை அவமானப்படுத்தி வீணானதை விரும்பி பொய்யை நாடுவீர்கள். பக்தி உள்ளவனை கர்த்தர் தமக்காக தெரிந்து கொண்டார் என்று அறியுங்கள். பக்தி உள்ளவனை தமக்காக தெரிந்து கொண்டார் என்று அறியுங்கள். பக்தி உள்ளவனை ஒரு நாள் தெய்வம் உபேட்சிக்க மாட்டார். ஹல்லேலூயா. அவனுக்கு என்ன பிரச்சனை வரட்டும், என்ன வேதனை வரட்டும், ஒரு நாள் அவன் அசைய மாட்டான். தேவனுடைய கரம் அவனோட கூட இருக்கு. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ ഉയർത്തുന്ന ദൈവമാണ് നാം ആരാധിക്കുന്ന ദൈവം. സത്യത്തോട് ആരാധിക്കുന്നവൻ ഒരിക്കലും പേടിക്കില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരെയും കളിപ്പിക്കരുത്. സത്യസന്ധത. ദൈവം നമ്മളെ കാണുന്നു നമ്മൾ വിചാരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് മാതൃഭാഷയുടെ ഇഷ്ടം എന്നറിയോ? എന്നറിയോ? എന്നാ മമ്മേ? എന്നാ സത്യമുണ്ടോ? ഇല്ലേ? ഉണ്ട്. ഭാര്യ പറയുന്നുണ്ട് ഭർത്താവ് സത്യസന്ധത. ഹല്ലേലൂയ, ഹല്ലേലൂയ. കോപം കൊണ്ടാലും പാപം ചെയ്യാതെ. കോപം വരില്ല, മനുഷ്യൻ കോപം വരും. ആണ്ടവർക്ക് കോപം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആളില്ല, നമ്മൾ പേടിക്കരുത്. ആളിവിടെ വരും. ആള് ഇവിടെ തന്നെ വരും. വരാനുള്ള സമയം അടുത്തോണ്ടിരിക്കുക. ഇവിടെ കയറി വരാനുള്ള സമയം അടുത്തോണ്ടിരിക്കുക. ഈ ഭൂമി ഒരിക്കൽ വെന്തുരുകാൻ പോവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നാം ആരാധിക്കാൻ നമുക്ക് മടി, നമുക്ക് കഷ്ടം, വേദന. ദൈവം എന്ന് പറയുമ്പോൾ നമുക്കൊരു വെറുപ്പ്. നാളെ ഈ ദൈവത്തിനെ തേടി വരാൻ ആൾ നിരന്നിരിക്കുക. നമ്മളും വിചാരിക്കരുത് ഇതാണ് നമ്മുടെ ജീവിതം എന്ന്. നാളെ നമ്മുടെ ജീവൻ പോയാൽ നമ്മൾ എവിടെ പോകും? എവിടെ പോകും മോളെ? ഇന്ന് നമ്മുടെ ജീവൻ പോവാന്ന് വെച്ചോ, നമ്മുടെ നിത്യം എവിടെ കഴിക്കുന്നു? അമ്മമ്മൻ എവിടെ കഴിക്കുന്നു? ദൈവത്തോട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരു വിശ്വാസം വേണം. ഞാൻ ഇന്ന് മരിച്ചാൽ എവിടെ പോകും? എന്റെ ജീവൻ എവിടെ പോകും?
എന്റെ ദൈവത്തിലേക്ക് പോവോ? അതേ സാത്താൻ കൊണ്ടുപോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യന്റെ ജീവിതം ആർക്കും നേരിടുന്നു. നമുക്കൊരു ഇതില്ല, ഗ്യാരണ്ടി ഇല്ല. ഗ്യാരണ്ടി ഉണ്ടോ? നാളെ നമ്മൾ ജീവിച്ചിരിക്കുമെന്ന് പറഞ്ഞ ഗ്യാരണ്ടി ഉണ്ടോ? ഇല്ല. ഒരു ടിവിക്ക് ഗ്യാരണ്ടി ഉണ്ട്, ഒരു മിക്സിക്ക് ഗ്യാരണ്ടി ഉണ്ട്. നമുക്ക് ഗ്യാരണ്ടി ഇല്ലാത്ത മനുഷ്യരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കൊടുക്കപ്പെട്ടിരിക്കുന്ന ദോഷ ഇതാ, നാളെ നമ്മുടേതല്ല. നമ്മൾ സത്യത്തോടിരുന്ന ദൈവത്തിലേക്ക് പോവുകയും ചെയ്യാം. ഈ ദേശത്തിൽ നമ്മുടെ ദൈവം മാനിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അതിനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്, അതിനാണ് നമ്മളെ വിളിച്ച് ഇറക്കിയിരിക്കുന്നത്, അതിനാ നാശകരമായ കുഴിയിൽ നിന്നും നമ്മളെ ഉയർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൈവത്തെ ഒരിക്കലും നമ്മൾ മറക്കരുത്. നമ്മൾ അനേക പ്രാവശ്യം നമ്മൾ മറന്നുപോയി. ഈ ദൈവത്തെ മറന്ന് നമ്മൾ ദൈവത്തിലേക്ക് നിന്നും പിന്മാറിപ്പോയി. എന്നാൽ നമ്മളെ ദൈവം വീണ്ടും നമ്മളെ എന്ത് ചെയ്തിരിക്കുന്നു? സ്നേഹിച്ചിരിക്കുന്നു. നമ്മുടെ ദൈവം സ്നേഹിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ്? നമുക്ക് സാക്ഷിയായിട്ട് ജീവിക്കാനാണ്. നമ്മുടെ സംസാരിക്കുമ്പോൾ ഓർക്കുന്ന രീതിയിൽ പാവമുണ്ടോ? നമ്മുടെ നോട്ടം നോക്കണം, ഇതിൽ പാവമുണ്ടോ? പാവമുണ്ടെങ്കിൽ നമ്മൾ ഏത് കാര്യത്തിൽ തൊട്ടാലും പരാജയമുണ്ടാകും. സത്യസന്ധമാണെങ്കിൽ ദൈവം നിന്നെ ഉയർത്തും. ഞാൻ പറഞ്ഞില്ലേ, മറ്റു ഭാഷയിൽ കൊണ്ടല്ലോ വന്ന് ഉണ്ടാക്കിയതാണ്. നീ എതിലെ തൊഴുന്നോ? വിവാഹം 28 വിവാഹം ആവർത്തനം. இன்று நான் உனக்கு விதிக்கிறேன் உன் தேவனாகிய கர்த்தரின் கட்டளையின்படியெல்லாம் செய்ய நீ எப்படி இருக்கணுமா? கவனமா இருக்கணும். நீ கவனமா இருந்தால் அவருடைய சத்தத்திற்கு நீ உண்மையா செவி கொடுத்தால் உன் தேவனாகிய கர்த்தர் ഭൂമിയിലുള്ള സകല ജാതിയിലും നിന്നെ എന്ത് ചെയ്യും? മേന്മ ഉയർത്തും. ഇതുപോലെ അമ്മ വിചാരിച്ച ഇതുപോലെ ഒരു കിട്ടണമെന്ന് എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചില്ല. അമ്മ വിചാരിച്ചുകൊണ്ട് ഈ കറുത്ത മനുഷ്യനോട് കൂടെ നമ്മൾ വന്നല്ലോ എങ്കിൽ ഇപ്പം അമ്മ ഓർക്കുക, എനിക്ക് കിട്ടിയ ബാക്കി എന്താണ്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ സത്യസന്ധമായിട്ട് നീ ആരാധിച്ചാൽ ഇതിനും മേലെ നിന്നെ ഉയർത്തും. അതിനുള്ള അധികാരം നമ്മുടെ ദൈവത്തിനുണ്ട്, നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിനുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ചിലപ്പോഴൊക്കെ ദൈവത്തെ കടുപ്പിക്കും. അതാണ് നമുക്ക് ചില പ്രശ്നങ്ങൾ കടന്നു വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ ശബ്ദത്തിന് നമ്മൾ ശ്രദ്ധയോടെ ചെവി കൊടുത്താൽ അവൻ നമ്മളെ ഉയർത്തുന്ന ദൈവമാണ്. അവൻ ഒരിക്കലും കൈവിടുന്ന ദൈവമല്ല. ആൾക്കാരിവിടെ ഒന്ന് നിറയും. നോക്കിക്കോ, കുറച്ച് ദിവസം കൂടെ കഴിയട്ടെ, ആൾക്കാർക്ക് സമാധാനമില്ലാതെയാണ്. ലോകത്തിൽ സമാധാനം കാണത്തില്ല, ദൈവമക്കൾക്ക് സമാധാനം കാണും. അന്നേരം ജനങ്ങൾ കടന്നു വരും. ഇപ്പൊ നമ്മൾ വിളിച്ചാൽ ഇവർക്ക് വേറെ പണിയൊന്നുമില്ല. ഇന്നൊരു നമ്മളെ സാക്ഷി പറഞ്ഞില്ലേ, ബന്ധിക്കോശി ചേർന്ന് കപ്പയും മീനും തിന്നണമെന്ന്. ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ ഹിന്ദുവായിരുന്നു ആ സമയത്ത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ ഈ ദൈവം എങ്ങനെയുള്ളവരാണെന്ന് ഇപ്പോൾ നമ്മൾ രുചിച്ചറിഞ്ഞപ്പോഴാണ് അതൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തിയല്ലോ, നഷ്ടമായല്ലോ, ദൈവത്തിൽ നമ്മൾ ഒരുപാട് ദൂരം അകന്നു പോയല്ലോ എന്ന് നമ്മൾ വിചാരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മളെ ഒരിക്കലും കൈവിടത്തേ ഇല്ല, കൈവിടുന്ന ദൈവവും അല്ല. ഈ ദൈവം ജീവനുള്ള ദൈവമാണ്. ഈ ദൈവത്തെ ആരാധിച്ച് ഒരുത്തനും പരാജയപ്പെട്ടു പോയിട്ടില്ല. പരാജയപ്പെട്ടു പോകുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിരിപ്പാണ്. ആരുടെ കയ്യിരിപ്പ്? നമ്മുടെ കയ്യിരിപ്പാണ് ഈ പരാജയപ്പെട്ടു പോകുന്നത്. അല്ലാതെ ഒരിക്കലും പോയല്ല, ഒരുത്തരും പോയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊക്കെ രക്ഷിക്കപ്പെട്ട സമയത്തിൽ ആരാധന എന്ന് പറഞ്ഞാൽ തീ പോലെ, തീ പോലെ. അതിൻ്റെയൊക്കെ പച്ചയേ ഉള്ളൂ. ഇപ്പൊ വലിയ ആരാധനയൊന്നും ഇല്ല. അന്ന് ആരാധിച്ചതിൻ്റെ ഒരു ദിവസം ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാബുസാരി ചോദിക്കുക, ബാബുസാരി ഇപ്പോൾ വേറെ സഭയ്ക്കാണ് പോകുന്നത്. എന്നെ വിളിച്ച് അണ്ണാഞ്ഞിട്ട് വന്ന്, എന്നാ നിങ്ങൾ ഈ ജാഥ വിളിക്കുന്ന പോലെ വിളിക്കുന്നത്? എൻ്റെ ഭാഷ പറയുന്നത് ബാബുസാരിക്ക് എങ്ങനെയായിരുന്നു? ജാഥ വിളിക്കുന്നത്. ഇന്ന് ബാബുസാരി എൻ്റെ ഭാഷ പറയുന്നുണ്ട് അല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തെ എങ്ങനെ വേണേലും മഹത്വപ്പെടുത്താം, എങ്ങനെ വേണേലും തുള്ളാം, എങ്ങനെ വേണേലും ആടാം, പാടാം. ഈ പിള്ളേര് പാടിയ കണ്ടോ? അവർക്ക് അകത്തെന്ത് സന്തോഷമായിരിക്കും എന്നറിയോ? ഈ പാടുന്നവർക്ക് അറിയത്തുള്ള സന്തോഷമുണ്ടോ അല്ലയോ? ഞാൻ ഈ 72ാമത് വയസ്സിലും ഞാൻ പാടുന്നു. എനിക്ക് സൗണ്ട് പോലും വരികയല്ല. സോക്കൊന്നും എനിക്ക് ഒരു സൗണ്ട് പോലും വരും. ഒരാളോട് സംസാരിക്കാൻ പോലും ഒക്കെയല്ല, നാക്ക് പോലും തിരിഞ്ഞതല്ല. അതുപോലെ ഇരുന്നു. ഞാൻ ഒരിക്കൽ വിചാരിച്ചില്ല, മനസ്സൊന്നും കർത്താവെ, ഞാൻ ചാകുന്നതിന് മുമ്പ് ഒരു ദിവസമെങ്കിലും നിന്നെക്കുറിച്ച് എനിക്ക് പാടണം. ഞാൻ പറയുന്നത് സത്യമാണ്. ഒരു ദിവസമെങ്കിലും നിന്നെക്കുറിച്ച് എനിക്ക് പാടാനുള്ള ഒരു ഇത് വേണം. എനിക്കിപ്പോൾ ആ വിശ്വാസം ഇല്ലായിരുന്നു. കാരണം അങ്ങ് മൊത്തം പോയില്ലേ. ഇന്ന് മാർത്താണ്ഡത്ത് പോയി ആ നടക്കുന്ന കൺവെൻഷനിൽ ഞാൻ പാടിയത് ഞാനും എൻ്റെ മരുമകനും പാസ്റ്ററും, എൻ്റെ മകളും എൻ്റെ കൊച്ചുമോനും, ഞങ്ങൾ 4 പേരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഓർത്ത്, നമ്മുടെ ദൈവം എങ്ങനെയുള്ള ദൈവമാണ്. അവൻ നിന്നെ പാടിപ്പിക്കും. അവനെ നീ വിശ്വസിച്ചാൽ ഇത് ഒരിക്കലും കളയത്തില്ല. നമ്മുടെ ദൈവം അങ്ങനെയുള്ള ദൈവമാണ്. നമ്മൾ രുചിച്ചറിയണം ദൈവത്തെ. എന്ത് ചെയ്യണം? രുചിച്ചറിയണം. രുചിച്ചറിഞ്ഞാൽ ഒരിക്കലും നമ്മളെ തലകുനിയാൻ വെക്കത്തില്ല. ഹല്ലേലൂയ. അവൻ അങ്ങനെയുള്ള ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് സ്തോത്രം ഉണ്ടാവதாக. இவ்வளவு நேரம் பேச வைத்த ஆண்டவருக்கு சமயத்தந்த ஊழியக்காரன் ஆண்டவருடைய கருத்திலே வைத்துக்கொண்டு என்னுடைய வார்த்தைகளை